Exercise 9.1, question number 6. Find the area of a rhombus whose side is 5 cm and whose altitude is 4.8 cm. If one of its diagonals is 8 cm long, find the length of the other diagonal. അപ്പോൾ ഒരു റോംബസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഒരു സൈഡ് 5 cm ആണ്, അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് തന്നിട്ടുണ്ട് 4.8 cm ആണ്, അതിൻ്റെ ഒരു ഡയഗണൽ തന്നിട്ടുണ്ട്, നമ്മളോട് അതർ ഡയഗണൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം തന്നെ ആ റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു റോംബസ് ഉണ്ട്, ഇത് ഞാൻ പേര് കൊടുക്കുകയാണ് എ ബി സി ഡി. ഓക്കെ, ഇനി നമുക്കിവിടെ എന്താ തന്നിട്ടുള്ള കാര്യങ്ങൾ, ഈ റോംബസിൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 5 cm ആണ്. ഇനി ഇതിൻ്റെ ഡയഗണലിൻ്റെ ലെങ്ത്ത് തന്നിട്ടുണ്ട് 8 cm ആണ്. ദെൻ ഇതിനൊരു ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതാ ഇങ്ങനെ വരച്ചു. ഇതെന്ന് പറയുന്നത് എത്രയാണ്? 4.8 cm ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. സൈഡ്, അപ്പോൾ നമുക്കൊന്നും കൂടി എഴുതാം. സൈഡ് ഓഫ് റോംബസ് എത്രയാണ്? 5 cm ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് എത്രയാണ്? ഓൾട്ടിറ്റ്യൂഡ് ഓഫ് റോംബസ് എത്രയാണ്? 4.8 cm. ഓക്കെ, given side of rhombus is equal to 5 cm and altitude is equal to 4.8 cm. Since a rhombus is also a parallelogram, area of rhombus is equal to area of parallelogram. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ എന്താ ഇവിടെ? ഏരിയ ഓഫ് റോംബസ് എന്നുള്ളതായിരുന്നു ആദ്യത്തെ ക്വസ്റ്റ്യൻ, അതാണ്. അപ്പോൾ റോംബസിൻ്റെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് അതിൻ്റെ ഇക്വേഷൻ? ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2. D1 D2 എന്ന് പറയുന്നത് അടുത്ത ഡയഗണൽസ് ആണ്. പക്ഷേ നമുക്കിവിടെ ഒരു ഡയഗണൽ മാത്രമേ തന്നിട്ടുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? റോംബസ് എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാം തന്നെയാണ്, എല്ലാ സൈഡും ഈക്വൽ ആയിട്ടുള്ള ഒരു പാരലോഗ്രത്തിനെയാണ് നമ്മൾ റോംബസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ പാരലോഗ്രത്തിൻ്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് റോംബസിൻ്റെ ഏരിയനോട് ഈക്വലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെഴുതാം? സിൻസ് എ റോംബസ് ഈസ് ഓൾസോ എ പാരലോഗ്രാം, therefore area of rhombus equal to area of parallelogram. ഓക്കെ, അപ്പോൾ പാരലോഗ്രത്തിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്, ആണല്ലോ. പാരലോഗ്രത്തിൻ്റെ ഏരിയ കാണാൻ ഇക്വേഷൻ ബേസ് ഇൻറ്റു ഹൈറ്റ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ ബേസ് എത്രയാണ് ഈ കേസിൽ തന്നിട്ടുണ്ട്. പുട്ടിങ് ബേസ് ഇസ് ഈക്വൽ ടു സൈഡ് ഈക്വൽ ടു എത്രയാണ്? 5 cm എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഹൈറ്റ് എന്തായിട്ട് കൊടുക്കുക? ഹൈറ്റ് എന്ന് പറയുന്നത് ഹൈറ്റ് എത്രയാണ്? 4.8 cm ആണ്. ഓക്കെ, അപ്പോൾ പുട്ടിങ് ഹൈറ്റ് ഇവിടെ അതെന്താ? ഓൾട്ടിറ്റ്യൂഡായിട്ടാണ് തന്നിട്ടുള്ളത്. അത് എത്രയാണ്? 4.8 cm. ഓക്കെ, ഏരിയ ഓഫ് റോംബസ് ഈക്വൽ ടു എന്താണ്? ഏരിയ ഓഫ് പാരലോഗ്രാം ആണ്. സോ ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ്. സോ എന്ത് വരും? 5 ഇൻറ്റു 4.8. ഓക്കെ, 5 ഇൻറ്റു 4.8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഇൻറ്റു 48 ഡിവൈഡഡ് ബൈ 10 എന്ന് ഇട്ടു. കാരണം ഡെസിമൽ പോയിൻ്റ് കളയാൻ വേണ്ടിയിട്ട് ഞാൻ 10 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇവിടെ ഒരു സ്പേസ് നീക്കിയിട്ടാണ് പോയിൻ്റ് ഉള്ളത്. സോ 10ൻ്റെ ഫസ്റ്റ് മൾട്ടിപ്പിൾ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്തു. സോ നമുക്ക് ആൻസർ കിട്ടുന്നത് 5 ഇവിടെ 10ൽ 2 ടൈംസ് ക്യാൻസലായി പോകും. 2 ഇവിടെ 48ൽ എന്ത് വരും? 24 എന്ന് വരും. 24 cm² ആയിരിക്കും ഏരിയ ഓഫ് റോംബസ് എന്ന് പറയുന്നത്. ഏരിയ ഓഫ് റോംബസ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സോൾവ് ചെയ്തു. ഏരിയ ഓഫ് റോംബസ് ഇസ് ഈക്വൽ ടു 24 cm². എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏരിയ ഓഫ് റോംബസ് കണ്ടുപിടിക്കാനായിരുന്നു. നമുക്കിവിടെ ഒരു
റോംബസ് തന്നിട്ടുണ്ട്. ഇവിടുത്തെ ഈ റോംബസ് എന്ന് പറയുന്നത് പാരലോഗ്രാം കൂടിയാണ്. സോ നമ്മൾ പാരലോഗ്രാമത്തിൻ്റെ ഏരിയ കാണുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ് ഇവിടെ ഏരിയ കണ്ടുപിടിച്ചത്. ആ ഏരിയ എന്ന് പറയുന്നത് റോംബസിൻ്റെ ഏരിയനോട് ഈക്വൽ ആണ്. സോ ഏരിയ ഓഫ് റോംബസ് എന്ന് പറയുന്നത് 24 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടി. ഓക്കെ, ഇത്രയും ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡയഗണൽസ് ആണല്ലോ. നമുക്കിവിടെ ഒരു ഡയഗണൽ തന്നിട്ടുണ്ട്, സെക്കൻഡ് ഡയഗണൽ അറിയത്തില്ല. അപ്പോൾ ഈ സെക്കൻഡ് ഡയഗണലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റോംബസിൻ്റെ. അപ്പോൾ ഏരിയ ഓഫ് റോംബസ് കാണാനുള്ള ഇക്വേഷൻ എന്താ? ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2. d1 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 8 സെൻറ്റിമീറ്റർ ആണെന്ന്, d2 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ ഏരിയ തന്നിട്ടുണ്ട്, ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു, എത്രയാണ്? 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, സോ നമ്മൾ ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാണ്. ഹാഫ് ഇൻറ്റു d1 ഇൻറ്റു d2 ഇസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഹാഫ് ഇൻറ്റു 8 ഇൻറ്റു d2 ഇസ് ഈക്വൽ ടു 24 സെൻറ്റിമീറ്റർ സ്ക്വയർ. d2 ഇസ് ഈക്വൽ ടു 24 ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു 2. എത്ര വരാം? 2 ഇവിടെ ക്യാൻസലായി പോയി. എത്ര വരും? 4 വന്നു. 4 24ൽ 6 ടൈംസ്. സോ ആൻസർ ഈസ് 6 സെൻറ്റിമീറ്റർ. സോ അതർ ഡയഗണൽ എന്ന് പറയുന്നത്, അതായത് d2 എന്ന് പറയുന്നത് എത്രയാണ്? 6 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ്. എല്ലാ ഇതുകളും ഏരിയ ആണെങ്കിലും അതുപോലെ ഡയഗണൽ ആണെങ്കിലും ഒക്കെ ഒന്ന് ഡയറക്റ്റ് ചോദിച്ചിട്ടല്ല ഉള്ളത്. നമുക്ക് ആൻസറിലേക്ക് കുറച്ച് കറങ്ങിയാണെങ്കിൽ എത്തണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിലോ എപ്പോഴും പറയുന്ന പോലെ മെയിൽ ID കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. അതുപോലെ തന്നെ മുൻപത്തെ വീഡിയോസിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് ക്ലിക്ക് ചെയ്ത് കാണാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന് ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരത്തുള്ളൂ. അപ്പോൾ ഓരോരോ ക്വസ്റ്റ്യനായിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് അന്നന്ന് തന്നെ കണ്ടു തീർത്ത് നല്ല വൃത്തിക്ക് മനസ്സിലാക്കിയിട്ട് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യനായിട്ട് കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.